ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നോമ്പിന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണി കേട്ടോ. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകും. ഇത് കഴുകി വെച്ച ചിക്കനാട്ടോ, 1 കിലോ ചിക്കനാട്ടോ. 1 കിലോ അരിക്ക് ഞാൻ 6 തക്കാളിയും പിന്നെ പച്ചമുളക് 4 പച്ചമുളക് എടുത്തിട്ടോ. ഇത് നല്ല എരിവുള്ള പച്ചമുളക്. പിന്നെ 5 ഉള്ളിയും. ഇനി ഫസ്റ്റ് തന്നെ ഇതിലേക്ക് പാത്രത്തിലേക്ക് ചിക്കൻ പെരക്കാനായിട്ട് മുളകും പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. കുറച്ച് ഗരം മസാലപ്പൊടി കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ചിക്കന് കഴുകി വെച്ച ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. കുറച്ച് ലേശം നാരങ്ങ ഒഴിച്ച് കൊടുക്കട്ടോ. കുറച്ച് നാരങ്ങ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഓയിലോ രണ്ടായിരം. എന്നിട്ടിത് മിക്സാക്കി കൊടുക്കട്ടെ. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അങ്ങനത് 5 മിനിറ്റ് മൂടി വെക്കട്ടോ. അടുത്തത് മസാലയ്ക്ക് ആവശ്യമായ ഉള്ളി വെട്ടിയെടുക്കട്ടോ. അങ്ങനെ ഉള്ളി മുറിച്ച് കഴിഞ്ഞിട്ടോ. ഇനി ഈ തക്കാളി മുറിച്ചെടുക്കാം. ഞാൻ ഇത്രയും തക്കാളി എടുത്ത് തൈര് ഒഴിക്കുന്നില്ല. അതാ ഞാൻ 6 തക്കാളി എടുത്തിട്ടോ. ഇതുപോലെ എല്ലാ തക്കാളിയും മുറിച്ചെടുക്കട്ടോ. അങ്ങനെ മൊത്തം തക്കാളി മുറിച്ച് കഴിഞ്ഞിട്ടോ. അടുത്തത് പെരക്കി വെച്ച ചിക്കന് പൊരിക്കട്ടോ. ഇനി ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ടോ. ഇനി ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. പാന് ചൂടായിട്ടോ. ഇതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ ചീനച്ചട്ടി ചൂടായിട്ടോ. ഇനി ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വേവട്ടെ. ചിക്കൻ അപ്പുറത്തടുക്കുന്ന വേകുമ്പോഴത്തേക്കും
ഇപ്പുറത്തെ അടുപ്പിൽ കുക്കർ വെച്ച് കൊടുക്കട്ടോ. ഗ്യാസ് കത്തിച്ചിട്ട് കുക്കർ വെച്ച് കൊടുക്കട്ടോ. കുക്കർ ചൂടാവട്ടെ നന്നായിട്ട്. കുക്കർ ചൂടായിട്ടോ. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അടുത്ത ഇതിലേക്ക് ഈ അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കട്ടോ. അടുത്തത് അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് കുക്കർ അടയ്ക്കാട്ടോ. ഒരു വിസിലോ അല്ല 2 വിസിലോ വന്നാൽ ഇത് വേണം. അങ്ങനെ കുക്കർ അടച്ചിട്ടോ. ഒരു വിസിൽ വേവ് നോക്കാം. വാട്ടുന്നതിനെക്കാട്ടി എളുപ്പം കുക്കറിൽ വെച്ചിട്ട് ഉള്ളി വേവിക്കുന്ന തക്കാളി ഇടുന്ന വേഗം വേവിട്ടോ. ചിക്കൻ മറിച്ചിട്ടിട്ടോ നല്ലോണം വെന്തിട്ട്. ഞാൻ 1 കിലോ ചിക്കനിക്ക് 1.5 കിലോന് അരി ആട്ടോ എടുക്കുന്നത്. ഇതൊന്നും കൂടി വേവട്ടെ. ഇത് മസാലയ്ക്ക് വേണ്ടിയ ഇഞ്ചിയും പച്ചമുളക് കേട്ടോ. ഇത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇതും മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരല്ലി വെളുത്തുള്ളി കേട്ടോ എടുത്ത്. ഇതൊന്ന് ചതച്ചിട്ടെടുക്കുക. ചിക്കൻ വെച്ചിട്ടോ കോരിയെടുക്കുക. നന്നായിട്ട് വെന്തിട്ട് ഇനി ബാക്കിയുള്ള ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒതുക്കിയെടുത്തിട്ടോ. ഇതിങ്ങനെ ഇത് ഉള്ളി ഒന്ന് വെന്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇടണം. ഇത് മറിച്ചിട്ട് വെച്ചിട്ടോ ഒന്നും കൂടി വേഗട്ടെ. അങ്ങനെ ഉള്ളിക്ക് 2 വിസിൽ വന്നു. അങ്ങനെ കുക്കർ ഇറക്കിയിട്ടോ. നന്നായിട്ട് വെന്ത് കിട്ടോ. അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. ഒരു ഞാനിപ്പോൾ 2 വിസിലിനാണ് ഈ ഉള്ളി എടുത്തത്. ഒരു വിസിലായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് അരിഞ്ഞ് വെച്ച മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അടുത്തത് പിന്നെ ആവശ്യത്തിന് ഗരം മസാല ഇട്ട് കൊടുക്കുക. അടുത്തത് കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കട്ടോ. കുറച്ച് മതി. എന്നിട്ട് നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ചിക്കൻ മുഴുവനും പൊരിച്ചെടുത്തിട്ടോ. ഈ പൊരിച്ച ചിക്കന് ഈ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് അടുപ്പത്ത് വെക്കാം. ഇങ്ങനെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇതിലേക്കില്ലേ 2-3 പട്ടയും 2 ഗ്രാമ്പും ഇട്ട് കൊടുക്കട്ടോ. നന്നായിട്ട് വേവട്ടെ. മിക്സ് ആവട്ടെ നന്നായിട്ട്. ഇനി കുക്കർ അടക്കൊന്നും വേണ്ട. അങ്ങനെ തന്നെ വേവിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് വേവിച്ചാൽ മതി. അങ്ങനെ മസാല ഞാൻ കുക്കറിൽ നിന്ന് ചെമ്പിലേക്ക് ആക്കിട്ടോ.
അങ്ങനെ മസാല വെന്തു. ഇനി അടുത്തത് ചോറുണ്ടാക്കട്ടോ. ചോറ് വെക്കാനായിട്ട് പിന്നെ ആ ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടോ. എന്നിട്ട് ചെമ്പ് അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. അങ്ങനെ ഇതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കട്ടോ. വലിയുള്ളി. അങ്ങനെ ഓയിൽ ചൂടായതിന് ശേഷം കറുവപ്പട്ടയും ഗ്രാമ്പും ഇട്ടിട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രം വെള്ളം ഒഴിച്ച് ഫുള്ള് കൊടുത്തിക്കില്ല കേട്ടോ. രണ്ടാമത്തെ ഒഴിക്കുക. ഇനി കുറച്ചും കൂടി ഒഴിക്കണം കേട്ടോ. 1.5 കിലോ അരിയാണ് എടുക്കുന്നത്. ഇങ്ങനത്തെ കൈപ്പാട്ടക്ക് പിന്നെ ഫുള്ളായിട്ടാട്ടോ അരി ഇട്ടത് നിറച്ചു. പിന്നെ അതിൻ്റെ കുറച്ച് പകുതി അങ്ങനെ 1.5 കിലോ അരി ഇട്ടത്. ഇങ്ങനത്തെ 2 പാത്രം മുക്കാല വെള്ളം എടുത്തത് ഇത്ര. അങ്ങനെ 2 പാത്രം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത്. ഉപ്പ് ഇട്ട് കൊടുത്തുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. കുറച്ച് ഉപ്പിട്ട് വെക്കുക ആവശ്യത്തിന്. പിന്നെ 2 ഏലക്കായി 3 ഏലക്കായി ഇട്ട് കേട്ടോ. 3 അല്ല 4 ഏലക്കായി. അങ്ങനെ ഇങ്ങനത്തെ പാത്രം മുക്കാൽ കടം വെള്ളം ഒഴിച്ച് അതിൻ്റെ പിന്നെ ഇത് പകുതിയായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കേട്ടോ. പകുതി വെള്ളം ഒഴിച്ച് നന്നായി ഇത് തിളക്കട്ടെ. അങ്ങനെ മൊത്തത്തിൽ 2.5 പാത്രം വെള്ളം ഒഴിച്ച് കേട്ടോ. അങ്ങനെ അരി ഇട്ടു കേട്ടോ. വെള്ളം തിളച്ച് അരി ഇടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ചോറ് വീഴുമ്പോഴത്തേക്ക് ഇപ്പുറത്തടുത്തുനിന്ന് ഉള്ളി പൊരിച്ചെടുക്കും കേട്ടോ. ഉള്ളി പൊരിക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ച് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കും കേട്ടോ. ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. അങ്ങനെ ചോറ് ഏകദേശം വേവാനായിട്ടോ. പിന്നെ ഒരു വേവും കൂടി ഉണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ചോറ് വെന്തിട്ടോ. അങ്ങനെ ചോറ് വെന്തിന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അങ്ങനെ ഉള്ളി ആയിട്ടോ. ഇനി പൊരിക്കോ. മറ്റു അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ടോ കേട്ടോ. ഇത് റെഡി ആയിട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അതൊക്കെ കോരി എടുക്കാം. ഇനി കോരി എടുക്കാം കേട്ടോ. മൊത്തമായിട്ട് ഇങ്ങനെ കോരി. ഇനി ദമ്മിടാൻ പോലെ കേട്ടോ. ഇനി ദമ്മിടാം. ഇനി മസാലയിലേക്ക് ചോറ് കോരിയിടാം കേട്ടോ. കുറച്ച് ദമ്മിടല കേട്ടോ മസാലയിലേക്ക്. പിന്നെ കുറച്ച് ബിരിയാണി മസാലപ്പൊടിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. മതിയോ? മതിയൊന്ന് പോരാ പോരാ ആണോ? ഇനി ഇതിൻ്റെ മുകളിൽ മല്ലിച്ചപ്പും അണ്ടിപ്പരിപ്പും കിസ്മിസും ഇടാം. മുകളിൽ കുറച്ച് ബിരിയാണി മസാലപ്പൊടി ഇടാം. അങ്ങനെ ബിരിയാണി റെഡി ആയിട്ടോ. ഇതിനെ അടച്ച് മൂടി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റുള്ള കുറച്ച് വെള്ളമോ എന്തെങ്കിലും വെക്കാം കേട്ടോ. ഒരു 5-10 മിനിറ്റ്. ഇനി ഇത് റെഡി ആവട്ടെ കേട്ടോ. അങ്ങനെ ദമ്മിങ് എടുക്കട്ടോ. ഇത് കോരിയിട്ട് ചെമ്പിലേക്ക് മാറ്റട്ടോ. വെള്ളമൊക്കെ കറക്റ്റാട്ടോ. എല്ലാം കറക്റ്റാ. നോക്കട്ടെ.
മസാല ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം കേട്ടോ. അങ്ങനെ മസാല പ്ലേറ്റിലേക്ക് ആക്കിട്ടോ. മസാലയിൽ വെള്ളം അധികമോ അങ്ങനെ ഒന്നുമില്ല, കറക്റ്റാണ്. ദമ്മിട്ടതിൻ്റെ ശേഷം കറക്റ്റായി. പിന്നെ ഷമാമ ജ്യൂസ് റെഡിയാക്കി, നാരങ്ങ വെള്ളം റെഡിയാക്കി, ചോറും സെറ്റാക്കി കേട്ടോ. പിന്നെ ടേബിൾ മേൽ വെക്കൊണ്ടേ വെക്കട്ടെ. അങ്ങനെ ബാങ്ക് കൊടുത്തിട്ടോ ഞങ്ങൾ നോമ്പ് കൊടുക്കാം. ജാസ് എങ്ങനെയുണ്ട് ബിരിയാണി? സൂപ്പറാ. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര കേട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.